നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലാത്ത കേരളത്തിലെ അന്തംഗമ്മികൾ വലിയ വിവാദമാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഭവത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിലെ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ടാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോൾ കഴക്കൂട്ടത്തെ BJPയുടെ MLA ആയിരിക്കുന്ന വി മുരളീധരൻ എന്ന ഈഴവ സമുദായക്കാരനെ ഈ ജാതിവരിക്കാരനാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അവർ വല്ലാതങ്ങ് ശ്രമിച്ചത്. വി മുരളീധരൻ നമ്പൂതിരിപ്പാട് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്. ഇനി നമ്പൂതിരിപ്പാട് എന്ന് തന്നെയാണെങ്കിലും ഇക്കാലത്ത് ബ്രാഹ്മണർ പോലും എന്തെങ്കിലും ജാതി വ്യത്യാസം കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ അഥവാ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇക്കാലം അത്രയും കേരളം ഭരിച്ച ഇടതും വലതും മാത്രമായിരിക്കും. ഇന്നിപ്പോൾ എല്ലാ മനുഷ്യർക്കും പ്രവർത്തന സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. ആരെയും അങ്ങനെ അടിച്ചമർത്തി നിർത്താനോ ജാതിയുടെ പേരിൽ മാറ്റി നിർത്താനോ ഒന്നും പറ്റില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും എന്തിനും ഏതിനും ചുമ്മാ ബ്രാഹ്മണിക്കൽ ഹെജിമണിയെന്നും ഈ നമ്പൂതിരിമാരെയും അല്ലെങ്കിൽ നായന്മാരെയും മേനന്മാരെയൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങ് പഠിക്കുകയാണ്. അവിടെയാണ് വി മുരളീധരൻ എന്ന ഈഴവ സമുദായക്കാരനായിട്ടുള്ള വ്യക്തി കട്ടേല ട്രൈബൽ സ്കൂളാണ്. ഈ കട്ടേല ട്രൈബൽ സ്കൂൾ ആയതുകൊണ്ട് മാത്രമാണ് അവർ ആ ഒരു വിഷയം വെച്ചിട്ട് വിവാദമാക്കാൻ നോക്കിയത്. അല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്കൂളായിരുന്നെങ്കിൽ ഈ വിവാദത്തിന് യാതൊരു സ്കോപ്പും കാണില്ലായിരുന്നു. എന്തിനാണ് അവർ ആ വിവാദം ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു വലിയ കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിനകം തന്നെ കേട്ട് കാണും, തിരുവനന്തപുരത്ത് 3 കോടി രൂപയോളം ചിലവിട്ട് ഒരു സ്കൂൾ അതിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ വി ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്. അപ്പോൾ ആരായിരിക്കും അത് പുതുക്കിപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. 3 കോടി രൂപയാണെന്ന് ഓർക്കണം. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ചിത്രമാണ് തകർന്ന കാഴ്ച. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക 3 കോടിയുടെ എന്ത് പണിയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു വിഷയം അവർക്ക് കടിച്ചു കയറാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ വി മുരളീധരൻ്റെ പിന്നാലെ പോയത്. അല്ലാതെ സാമാന്യ ബോധവും ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും വി മുരളീധരൻ എന്ന ഇപ്പോഴത്തെ BJPയുടെ MLA എത്ര സൗഹാർദ്ദപരമായിട്ടാണ്, എത്ര സന്തോഷത്തോടു കൂടിയാണ് കുട്ടികളുമായിട്ട് ഇടപെടുന്നത്. അവരുമായിട്ട് തൊട്ടും പിടിച്ചും അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തുമൊക്കെ അവരോട് സംസാരിച്ചുമൊക്കെ അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൊരു ഭാഗത്ത് ഈ ഡെസ്കിൽ മുട്ടായി കൊണ്ട് അത് എണ്ണിയൊന്നുമല്ല അങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം കാണുന്ന സീനിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ സഹപാഠികളുമായിട്ട് അത് പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ അവരെ നല്ലൊരു ശീലം പഠിപ്പിക്കാൻ വേണ്ടി പങ്കുവെക്കാൻ വേണ്ടി കൊടുക്കും. പക്ഷേ അദ്ദേഹം അത് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഒരാവശ്യവുമില്ലാത്ത ഒരു വിവാദം ഇങ്ങനെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്ന വിഷമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് പറഞ്ഞത്. അതെ, ആ ഒരു പരാമർശം തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ യോജിക്കുക. വിഷമാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. സമൂഹത്തിൽ വിഷം കലർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനം എന്നത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമൂഹത്തിനെ ഒത്തൊരുമയോട് കൊണ്ടുപോകാനും സ്പർദ്ധ ഉണ്ടാക്കാതെ എല്ലാവരോടും സഹവർത്തിത്വത്തോടും സ്നേഹത്തോടും വേണ്ടി രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ഉതകുന്ന തരത്തിൽ കൊണ്ടുപോകുക എന്നതാണ് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇവരെന്താ ചെയ്യുന്നത്? ഒരു സാധ്യത പോലും, 1% പോലും സാധ്യതയില്ലാത്ത, വിവാദമുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിൽ പോലും ഒരു ചെറിയ ഏതാനും സെക്കൻഡുകൾ വരുന്ന ഒരു വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് സ്കൂൾ കുട്ടികൾക്ക്, അതും ശ്രദ്ധിക്കണം, ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിലെ കുട്ടികൾക്ക് മുട്ടായി ഡെസ്കിലേക്ക് ഇട്ടു എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു, പിന്നീട് അവരെ തൊടാൻ മേടിച്ചിട്ട് കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് അത് വളച്ചൊടിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ മതവിഭാഗത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അന്യമതത്തിലുള്ളവർ തന്നെ, അതായത് റഹീമിനെ പോലുള്ളവർ തന്നെ മനുസ്മൃതിനെയൊക്കെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുസ്മൃതിനെയാണോ അവിടെ കോട്ട് ചെയ്യേണ്ടത്? ഈ അടിമത്വവും അടിമകളെ ഭോഗിക്കാവുന്നതും അടിമകളെ വിൽക്കാം വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന വേറൊരു പുസ്തകമുണ്ട്. അതല്ലേ യഥാർത്ഥത്തിൽ കോട്ട് ചെയ്യേണ്ടത്? അതിന് പകരം ഹിന്ദുക്കൾ ഒരു 99% കണ്ടിട്ട് പോലുമില്ലാത്ത, കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടിട്ട് പോലുമില്ലാത്ത മനുസ്മൃതിയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന റഹീമൊക്കെ ശരിക്കും അവിടെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടാണ് ഇതുപോലുള്ള ഇത് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്നത്, ഞാൻ വേറൊരു പുസ്തകം കണ്ടിട്ട് ഞാൻ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൻ്റെ പേരും കൂടെ അങ്ങോട്ട് പറയും, ഖുർആൻ എന്ന് പറയും. അതുപോലുള്ള കൗണ്ടറുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടത്. അത് ഇവിടെ പലരും ഈ മര്യാദയുടെ പുറത്ത് അല്ലെങ്കിൽ അവരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന് വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അതിനനുസരിച്ച് തലയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട മറുപടി അത് തന്നെയാണ്. അതിനകത്ത് ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം മാറ്റം വരുത്താൻ പറ്റാത്ത സാധനമാണല്ലോ അത്. ബാക്കി ബൈബിൾ പോലും പഴയ നിയമം മാറി പുതിയ നിയമമൊക്കെയായി. പക്ഷേ അവസാനം വരെ, ലോകാവസാനം വരെ മാറ്റം വരുത്താൻ പറ്റാത്ത സാധനമാണല്ലോ ആ പുസ്തകം. അതിൽ ഇപ്പോഴും നോക്കിയാൽ കാണാം അടിമഭോഗവും അതേപോലെ അടിമകളെ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ അത് വളരെ സാധാരണമായിട്ടുള്ള കാര്യം പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും ഈ പുസ്തകത്തിനെ വെച്ചിട്ട് അത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു മനുഷ്യനും കാണാത്ത മനുസ്മൃതിയെ പൊക്കിക്കൊണ്ടാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1% പോലും വിവാദത്തിന് യാതൊരു സ്കോപ്പുമില്ലാത്ത ഒരു വിഷയം
അത്രയും വക്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വരെ ഇട്ടുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകൾ 100% വിഷങ്ങളാണ്. മനുഷ്യരെന്ന് പറഞ്ഞ ഒരു കൂട്ടരെ നിങ്ങൾക്ക് ആ ഒരു കൂട്ടത്തിൽ കാണാൻ പോലും പറ്റില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്ത് വേറെ കാണില്ല.